രാത്രിയിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് വീണ്ടും സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ദാസന് നന്ദി പറയുന്നു. വിജയ് തോമസ്, അതുപോലെ ഞങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച രഞ്ജു, അമ്മ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് രാത്രി ലഭിച്ച ഈ നല്ല അവസരം, കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവകൃപകളും ഒക്കെ അനുഭവിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നല്ലൊരു ദിവസമാണ് ഇന്ന് ദൈവം ദാനമാക്കി ദൈവം നമുക്ക് നൽകിയത്. ആ കർത്താവിൻ്റെ കൃപകളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ വർഷിക്കുവാൻ ഹല്ലേലൂയ. ഈ മീറ്റിംഗിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപകളും ആമേൻ അനുഭവിക്കാൻ നമുക്കിടയാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപകളാൽ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമ്മളെ നിറയുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ എല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസൻ നമുക്കിവിടെ ആയിരിക്കാം. കർത്താവെ, അങ്ങ് പരിശുദ്ധനാണ്, സ്തോത്രത്തിനെന്നും യോഗ്യനായ ആ കർത്താവിനെ സ്തോത്രവും സ്തുതിയും സ്വീകരിക്കുവാൻ കൊള്ളാവുന്ന ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ അല്പനേരം കർത്താവിനെ ആരാധിച്ചാട്ട്, എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തുതികൾ മേൽ വസിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ തിരുസന്നിധിയിൽ അവന്റെ തിരുസാന്നിധ്യം ഇത് രാത്രി നമുക്ക് അനുഭവിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായ്കളെ തുറന്ന് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേലിരിക്കും. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ കൃപകൾ ഓർത്തുകൊണ്ട്, കർത്താവിനെ എല്ലാ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അല്പനേരം കർത്താവിനെ വാഴ്ത്തിയാട്ട്. കർത്താവേ, നീ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. നീ സ്തുതികൾ മേൽ വസിക്കുന്നവനായ ദൈവമാണ്. ദൂതരും സർവ്വ സൃഷ്ടികളും വാഴ്ത്തുന്ന ആ ഏക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമേറിയ പദവി തന്ന് നമ്മളെ ഈ ലോകത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ആ കർത്താവിന്റെ തിരുസാന്നിധ്യം ഇതിനകത്ത് നമുക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം കൊടുത്ത് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം യേശുവേ, സ്തോത്രത്തിനും യോഗ്യനേ, സകലനാം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രം യേശുവേ, ദൈവത്തിന്റെ കുഞ്ഞാടു നീ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധനെന്ന്. സ്വർഗത്തിൽ അവിടെ ദൂതന്മാർ രണ്ടുകൊണ്ട് പറന്നുകൊണ്ട്, സാറാബുകൾ പറന്നുകൊണ്ട് നീ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് സ്വർഗത്തിൽ ആർത്തുല്ലസിക്കുന്ന ദൈവത്തെ ചേർന്ന് അങ്ങയുടെ നാമം ഉയർന്ന നാമത്തെ ദൈവത്തിൻ കുഞ്ഞാ
സകല നാവും തുറന്ന് വായ്കളെ തുറന്ന് കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. Thank you Jesus. We worship you. Hallelujah. ദൂതൻ സർവ്വ സൃഷ്ടികളും വാഴ്ത്തും സർവ്വ സൃഷ്ടികളും വാഴ്ത്തുന്ന ഏകനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിന്റെ വലിയ സാന്നിധ്യം, കർത്താവിന്റെ വലിയ കൃപകളും ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. ദൂതർ ആരാധിക്കുന്ന ദൈവത്തെ, സാറാപ്പുകൾ നിന്നുകൊണ്ട് ആരാധിക്കുന്ന കർത്താവിനെ, അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഒന്ന് അനുഭവിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നല്ലവനാണ്, അവൻ വല്ലഭനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, അവന്റെ കൃപകൾ ഓർക്കുമ്പോൾ, അവന്റെ കരുണ ഓർക്കുമ്പോൾ എത്ര നന്ദി
പറഞ്ഞാലും അത് മതി വരില്ല. ഹല്ലേലൂയ. ഇത് രാത്രിയിൽ ദാവീദ് പറയുന്നത് പോലെ തന്നെ നോക്കി പറഞ്ഞത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത നന്മകൾ മറക്കാതെ, ഹല്ലേലൂയ, അവന്റെ കൃപകൾ മറക്കാതെ ഇന്ന് രാത്രിയിൽ നന്ദിയോടെ, ഹല്ലേലൂയ, നന്മയൊന്നും മുടക്കാത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പിശാച് പലപ്പോഴും നമ്മുടെ നന്മകളെയും നമ്മുടെ ഭാവികളെയൊക്കെ മുടക്കിയിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് ഇന്ന് രാത്രി വിടുതൽ നൽകുകയാണ്. ഈ ആരാധനയിൽ നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില അവസ്ഥകളിൽ നിന്ന് ഇന്ന് രാത്രി കർത്താവ് പരിപൂർണമായിട്ടൊരു വിടുതൽ നൽകുകയാണ്. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ഈ മീറ്റിംഗിൽ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞതായിരിക്കും, എന്നാൽ കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ കൂടി നടത്തിയ ഒരു ദൈവമാണ്. അവരുടെ മുമ്പിൽ അവൻ വലിയ ചെങ്കടലുണ്ടായിരുന്നു, എന്നാൽ മോശയുടെ കയ്യിലിരുന്ന വടി ഉപയോഗിച്ച്, ഹല്ലേലൂയ, ദൈവം പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ കരം നീട്ടിയപ്പോൾ ആ ചെങ്കടൽ വിഭാഗിച്ചതുപോലെ ഉണങ്ങിയ നിലത്തുകൂടി തന്റെ മക്കളെ ദൈവം നടത്തിയതുപോലെ ഇന്ന് രാത്രി നടത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവൻ നല്ലവനാണ്, അവൻ വല്ലഭനാണ്. ഹല്ലേലൂയ. അടഞ്ഞു പോകട്ട വഴികൾ, എന്നാൽ ഇന്ന് രാത്രി കർത്താവ് തുറക്കും ഒരു പുതിയ വഴി. ഹല്ലേലൂയ. ആരും തുറക്കാത്ത ഒരു വഴി ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയാണ്. നമ്മുടെ ഭവനത്തിൽ ഇന്ന് രാത്രി കർത്താവ് ഒരു വലിയ വിടുതൽ വ്യാപരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതാണ് അവൻ ദൈവം പറഞ്ഞത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ യേശു വന്നത് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാക്കുവാൻ അത്രേ. ഇന്ന് രാത്രി നമ്മുടെ അനുഗ്രഹങ്ങളെ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് കവർന്നു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഒന്ന് പറയാമോ, വിശ്വാസത്തോടൊന്ന് പറയാമോ, ഹല്ലേലൂയ, ഞാനത് തിരികെ പിടിക്കുകയാണ്. ഹല്ലേലൂയ, ഞാനത് തിരികെ പ്രാപിക്കുകയാണ്. എന്റെ അനുഗ്രഹങ്ങൾ, എന്റെ ഭാവി ജീവിതം, പിശാച് നീ മുടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്റെ അനുഗ്രഹത്തെ നീ മുടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം വലിയൊരു വഴി തുറക്കുവാൻ പോവുകയാണ്. ഒന്ന് ചേർന്ന് പാടാമോ? ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയം, നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക്, ഹല്ലേലൂയ, നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കാത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ചേർന്ന് കരങ്ങളെ അടിച്ച് എല്ലാം മറന്ന്, ഹല്ലേലൂയ, ദൈവസാന്നിധ്യം നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ നിറയട്ടെ. ദൈവം നല്ലവനെന്നൊന്ന് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച്
വലിയ സാന്നിധ്യം. ഓ ശതനനനനന വൈതമനലക്കതുതതനേ. ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്ന യേശുവേ, we worship you. We worship you. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. യേശുപ്പച്ച അങ്ങ് വാഴണമേ, അങ്ങ് വാഴണമേ. ഞങ്ങളുടെ ഭയങ്ങളെ മാറ്റുന്ന, ഞങ്ങളുടെ നിരാശകളെ മാറ്റുന്ന, ഞങ്ങളുടെ വേദനകളെ മാറ്റുന്ന, ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുന്ന യേശുവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് രാത്രി ഞങ്ങൾ കാണട്ടെ കർത്താവേ. സ്വീകരിക്കുവാൻ കൊള്ളാവുന്ന യേശുവിന്
ആരാധിക്കുന്ന കർത്താവേ. യേശുവപ്പ, അങ്ങയുടെ തിരുമുഖം ഇന്ന് രാത്രി ഞങ്ങൾ കണ്ടങ്ങെ ആരാധിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ആരാധന സ്വീകരിക്കുവാൻ കൊള്ളാവുന്നവൻ യേശുവേ. We worship, hallelujah. സ്തുതി ബഹുമാനവും പുകഴ്ചയും ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് തരുന്ന കർത്താവേ. ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ, ഞങ്ങളെ നിർമ്മിച്ച ദൈവത്തെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതരും സർവ്വ സൃഷ്ടികളും ആരാധിക്കുന്ന ആരാധന യേശുവേ. അങ്ങേക്ക് ഞങ്ങൾ സർവ്വമഹത്വം ഇന്ന് രാത്രി ഞങ്ങൾ തരുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, നല്ല സംവിധാനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ഒരു രാത്രിയും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ സ്തോത്ര കർത്താവേ. ഇന്ന് രാത്രിയിൽ അമ്മ ആരാധനയും ഈ ശുശ്രൂഷകളെയും എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ മഹത്വം ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ചരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് ഞങ്ങൾ തരുന്ന കർത്താവേ. അപ്പോൾ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി ചോദിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠമായ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമാണ് കർത്താവിന്റെ ദാസനും രഞ്ജുവിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബഹുമാന്യരായ ദൈവദാസന്മാർ, വിശേഷാൽ IPC ഗാന്ധിനഗറിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ വിജയ് തോമസ്, മറ്റ് പാസ്റ്റർമാർ, ഈ യോഗം കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രദർ രഞ്ജു മാത്യു, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവദാസൻ കൊച്ചുമോൻ കുടുംബം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനിൽ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഒരു ദൈവവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. നോട്ട് അഫ്രൈഡ് ടു ഡൈ എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം. അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിലെ ചിന്തകൾ, ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. വളരെ ലളിതമായ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിക്കാം. ആൻഡ് വി ആർ നോട്ട് അഫ്രൈഡ് ബട്ട് ആർ ക്വൈറ്റ് കണ്ടന്റ് ടു ഡൈ, ഫോർ ദെൻ വി വിൽ ബി അറ്റ് ഹോം വിത്ത് ദ ലോർഡ്. ശരീരത്തിലാകുമ്പോൾ കർത്താവിൽ നിന്ന് ഞങ്ങൾ അകന്നാണ്. ശരീരം വിടുന്നതാ കുറച്ചുകൂടെ നല്ലത്. കാരണം കർത്താവിന്റെ കൂടെ ആയിരിക്കാമല്ലോ എന്നതാണ് ഈ ഭക്തന്റെ ഉള്ളിലിരിക്കുന്ന ആ വലിയ ആഗ്രഹം, വാഞ്ച. പൗലോസിനെ നമ്മൾ കാണുമ്പോൾ he is not afraid to die. നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയമാണ് മരണം. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലേഖനം 9:27 മനഃപ്പാടമാക്കിയവരാണ് പ്രത്യേകിച്ച് വിശ്വാസികൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. മരണം ഡിവൈൻ അപ്പോയിന്റ്മെന്റാണ്. സങ്കീർത്തനങ്ങൾ 90:10
ലൈഫ് നമ്മുടെ എത്ര ഷോർട്ടാണെന്നുള്ളതാണ് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ചെറുപ്പക്കാരൊക്കെ കേൾക്കുമ്പോൾ അവര് പറയാ 80 ഉണ്ടല്ലോ. ഈ 80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 29,200 ദിവസം. ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. 60-ആയവരും 70-ആയവരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്. പേടിപ്പിക്കാൻ പറയുകയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ബുദ്ധിയുള്ളവൻ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കും. ബുദ്ധിയില്ലാത്തവർ ഇഹലോകത്തിലെ കാര്യങ്ങൾ ഡീപ്പായിട്ട് ചിന്തിച്ച് അതിൽ മാത്രം പിടിക്കപ്പെട്ടവരായിരിക്കും. 103-ാം സങ്കീർത്തനത്തിന്റെ 15-16 വചനം പറയുന്നു, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ലൈഫ് ഇസ് ഫ്ലീറ്റിംഗ്, ഇറ്റ്സ് എ വേപ്പർ. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നത്. പക്ഷെ പോൾ എന്ന് പറയുന്ന ഭക്തൻ പറയുന്ന ഐ എം നോട്ട് അഫ്രൈഡ്. കാരണം അതിനപ്പുറത്ത് അദ്ദേഹം ചിലത് കാണുന്നു. ഇപ്പൊ വിശ്വാസികളുടെ മനോഭാവവും അവിശ്വാസികളുടെ മനോഭാവവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മരണമെന്ന വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ആ കാര്യം ചിന്തിക്കുമ്പോൾ വിശ്വാസികൾക്ക് വരേണ്ട കോൺഫിഡൻസ് ആണ് നമ്മൾ പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നത്. അവിശ്വാസികളോട് എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാത്തവർ, കർത്താവിലൂടെ ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആളുകൾക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടാകുകയില്ല. നാമധേയ വിശ്വാസിക്കും ഈ കോൺഫിഡൻസ് ഉണ്ടാകുകയില്ല. പെന്തക്കോസ്തലായതുകൊണ്ടോ ബ്രദറിലായതുകൊണ്ടോ ഒന്നും ഈ കോൺഫിഡൻസ് ഒന്നും വരണമെന്നൊന്നുമില്ല. കർത്താവുമായി സജീവമായ ബന്ധമുള്ളവർക്കാണ് ഇതിനപ്പുറത്തെ കാര്യങ്ങളിലുള്ള ഉറപ്പുണ്ടാകും. പിന്നീട് അത് സംബന്ധിച്ച് പറയാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എന്താണ് പോളിനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പ്രേരിപ്പിക്കുന്നത്? 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതൊന്നും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് രാത്രിയിൽ പറയാൻ ഞാൻ തുനിയുന്നില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബോഡി, മരണം വഴിയായി ബോഡി വിട്ട് ആത്മാവ് ഈ ബോഡിയിൽ നിന്ന് വേർപെട്ടാൽ വേറൊരു ബോഡി, അത് ഈ ബോഡിയേക്കാൾ ബെറ്റർ ബോഡി തനിക്കുണ്ടെന്ന് തനിക്കൊരു അറിവുണ്ട്. രണ്ടാമത്തെ കാര്യം, കഠിനമായി ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിച്ച തനിക്ക് ഒരു പ്രതിഫലമുണ്ട് എന്നുള്ള ഉറപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് ആ 1-ാം വാക്യത്തിൽ നിന്നൊരു വാക്കാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. പ്രാരംഭമായി നോക്കിയ 1-ാം വാക്യം 5-ന്റെ 1, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ തീർന്നു ബ്രദറെ, തീർന്നു. അങ്ങനെയല്ല. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ആ വാക്കാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. ഉണ്ട്, അറിയുന്നു. ആ അറിവാണ് ഈ ഭക്തന്റെ ഉള്ളിൽ ഇത്ര ധൈര്യമുള്ളത്. ഇത്
വിശുദ്ധന്മാർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. After I am over with the word, that's not the end. I have knowledge. എനിക്കൊരു അറിവുണ്ട്, ഉറപ്പായി ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിയാം. പൗലോസ് വെളിപ്പാട് പറയാണ്. ഇവിടെയാണ് പിന്നെയും ഞാൻ പറയുന്നത്, ഒരു അവിശ്വാസിയോട് നിങ്ങൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു അൺബിലീവർ who doesn't know the Lord, സഹോദര, നിങ്ങൾ മരണത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? What do you think? I think like that. അല്ലേ? അങ്ങനെയാ ഞാൻ ചിന്തിക്കുന്നത്, അങ്ങനെയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ഐ ബിലീവ്, ഐ ഹോപ്പ്, ഐ തിങ്ക്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് അവിശ്വാസികൾ പറയുന്നത്. ലോകത്തിൽ വിവിധ ആളുകൾക്ക് വിശുദ്ധ തിരുവെഴുത്ത് ബൈബിളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത പലർക്കും പല ഐഡിയകളാണ് മരണം, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ളത്. They are not sure. I know എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. ചില ആളുകൾ ചിന്തിക്കുന്നത് അനൈലേഷൻ, അതായത് ഉന്മൂലനം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ തീർന്നിടൂ, സ്വർഗമൊക്കെ ഇവിടെ ആടൂ, സ്വർഗം നരകമൊക്കെ ഇവിടെ തന്നെയാ ഭൂമിയിൽ. AC ഓഫാകുമ്പോ ചൂടെടുക്കുന്നതാ നരകമെന്നാ ചിലര് ചിന്തിക്കുന്നത്. വേറെ കുറെ ആളുകളുടെ ശാസ്ത്രം സ്വർഗവും നരകവും ഒന്നും ഇല്ലടൂ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടോ. ക്രിസ്തീയ ആളുകൾ പോലും, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവർ ഈ നിലയിൽ ചിന്തിക്കുന്നവരുണ്ട്. മൃഗങ്ങളെ പോലെ ചാത്തു കുഴിച്ചിടുക, അത്രയുള്ള കാര്യം, എല്ലാം കഴിഞ്ഞു, തീർന്നു. അങ്ങനെ ഒരു ചിന്ത പലരിലും ഉണ്ട്. ബൈബിൾ അതല്ല പറയുന്നത്. വേറെ കുറെ ആളുകൾ പറയുന്നത് പുനർജന്മം, റീഇൻകാർണേഷൻ. അതെന്താ? അത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഈ ഭൂമിയിൽ വല്ല മൃഗങ്ങളായിട്ടോ വല്ല സ്പീഷീസ് ആയിട്ടോ ഒക്കെ വെളിപ്പെടും. അങ്ങനെ ഒരുപാട് സൈക്കിൾസിലൂടെ കടന്നുപോയി മോക്ഷമൊക്കെ പ്രാപിക്കുന്ന ചിന്തകൾ വേറെ ചിലര് വെച്ച് പുലർത്തുന്നുണ്ട്. മറ്റു കുറെ ആളുകൾ ആത്മാവ് ഉറങ്ങുന്നു, സോൾ സ്ലീപ്പിംഗ്, നിദ്ര കൊള്ളുന്നു എന്ന വാക്കെടുത്തിട്ട് പറയുന്നത് കൊണ്ട് അടക്കി കഴിഞ്ഞാൽ അവർ ഉറങ്ങുക, അല്ലേ? ആത്മാവല്ല, ഉറങ്ങുക. ഇങ്ങനെ ഒത്തിരി ചിന്തകളാ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. വേറെ കുറെ ആളുകൾക്ക് പെർഗറ്ററി എന്ന ചിന്ത. അതെന്താണ്? അതിങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിട്ട് ശുദ്ധീകരിച്ച് അപ്പൊ ആ സമയത്ത് ഇവിടെ ഉള്ളവർക്ക്, വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 3-4 കാര്യങ്ങളൊന്നും ദൈവവചനത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല. അപ്പോസ്തലനായ പൗലോസിന്റെ കോൺഫിഡൻസ് നിങ്ങൾ കണ്ടോ? രക്ഷിക്കപ്പെടാത്ത, ക്രിസ്തുവേശുവിലൂടെ ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചിലവഴിക്കും? ആ ചോദ്യത്തിന് മുൻപിൽ ഇന്ന് രാത്രി അതൊരു ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച മനുഷ്യനാണ് പൗലോസ്. നേരിട്ടുണ്ടായ ദൈവിക സന്ദർശനത്തിന് മുൻപിൽ തന്നെ താഴ്ത്തി കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും നാഥനുമായി സ്വീകരിച്ച അപ്പോസ്തലിക ശുശ്രൂഷ ഏറ്റെടുത്ത പൗലോസ് പറയുന്നത്, I know I am not afraid of death. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാം, റിയലി നിങ്ങൾ ആ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണോ? അതോ പെന്തിക്കോസ് കളിക്കുകയാണോ? ഇന്ന് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാനല്ല. ഇപ്പൊ ആരാ പോകുന്നതെന്ന് ആർക്കും പറയാനൊക്കത്തില്ല, ആർക്കും പോകാം. ഇന്ന് രാവിലെ എന്നെ വിദേശത്ത് നിന്ന് ഒരാള് വിളിച്ച് അദ്ദേഹത്തിന്റെ കുടുംബക്കാര്യം പറയുമ്പോ പറയാ,
ഇപ്പൊ ഞാനാണോ അമ്മയാണോ ആദ്യം പോകുന്നത് എനിക്കറിയത്തില്ല. ശരിയാണ്. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന 70, 80, 90 വയസ്സാണ്. അതിനു മുമ്പ് ചിലപ്പോ 23-കാരനും 50-കാരനും ചിലപ്പോ പോയിരിക്കും. There is no guarantee. Anytime, anyone can leave the body. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ വേദപുസ്തകം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. Think about death and the life after. There is life after death. And Paul is confident because of knowledge. വെളിപ്പാട് നിമിത്തമാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഈ പാസേജിലുള്ളത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് എനിക്ക് ഇതിനെക്കാട്ടിൽ ബെറ്റർ ഒരു ബോഡി കിട്ടും. രണ്ട്, എന്റെ അധ്വാനത്തിന് എനിക്ക് പ്രതിഫലമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദൈവവചനം പഠിക്കുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് അവിശ്വാസികളുടെ കൂട്ട് ഗസ്സിംഗ് ഒന്നും നടത്തണ്ട. കാരണം ദൈവവചനത്തിൽ മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ച് വളരെ ക്ലിയറായി വചനം പറയുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കംഫർട്ടിംഗ് ആണ്. പ്രായമുള്ള ആളുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ ഇന്ന് രാത്രി കർത്താവ് ബലപ്പെടുത്തട്ടെ ഈ വചനത്താൽ. ഭയപ്പെടണ്ടോ ഭാരപ്പെടണ്ടോ കാര്യമില്ല. ഇത് കഴിഞ്ഞ് ഇതിനേക്കാൾ റിയൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെടും. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ മെസ്സേജിൽ ധൈര്യപ്പെടുകയാണ്. നമ്മള് ഒരു അറിയാൻ വയ്യാത്ത ഏതോ ലോകത്തിൽ ഐ ഡോണ്ട് നോ അത് അവിശ്വാസിയാണ്. വിശ്വാസിക്ക് ഐ നോ ആൻഡ് ഐ എം കോൺഫിഡന്റ്. എന്നാൽ ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ സഭകളിൽ ഇതല്ല മുഖ്യ വിഷയം. കൈയടിച്ച് ആരാധിക്കുക. എന്തിന്? ഇപ്പൊ കിട്ടും. ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉള്ളവരെല്ലാം കൂടെ കൈയടിക്കുക. അതിന് ഇപ്പോഴത്തെ ഏതാണ്ട് കിട്ടുമെന്ന്. ഇപ്പം മെഴ്സഡീസ്, ഇപ്പം അത് കിട്ടും, ഇപ്പൊ നൗ റിസീവ് ടച്ച്. ഇതെല്ലാം ഇപ്പോഴാ. പഴയ നിയമ ഭക്തന്മാരുടെ കണ്ണുകളെല്ലാം ഉയരത്തിലേക്കായിരുന്നു. കർത്താവ് വരുന്നു. കർത്താവിന്റെ വരവിങ്കൽ നടക്കേണ്ട കാര്യങ്ങൾ ഇതവര് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്ത് കോൺഫിഡൻസ് ആണ് ടു ഫേസ് ഡെത്ത്. ഇന്നത്തെ ചർച്ചുകളിൽ we have moved away. മെറ്റീരിയൽ കാര്യം, പ്രോസ്പെരിറ്റി കാര്യം, ഇവിടെയാണത്തെ കാര്യം. ദൈവം മാനിച്ചു ബ്രദറെ. എന്താ മാനിച്ചത്? ഞങ്ങളിപ്പോൾ 2 കമ്പനിയാണ് ഞങ്ങൾക്കുള്ളത്. गांधीनगर में भी फ्लैट है और राजकोट में भी एक फ्लैट है. ഓ, ദൈവം മാനിച്ചു. അച്ഛാ, ഫ്ലാറ്റ് ഒക്കെ ഇരിക്കട്ടെ. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എവിടെയാ ഫ്ലാറ്റ്? There is a heaven. അവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ആധുനിക കൃപ നഷ്ടപ്പെട്ട സുവിശേഷകൻ നിന്റെ വിരുദ് തെറ്റിക്കരുത്. നിന്റെ തലമുറയുടെ ജോലിയല്ല ഏറ്റവും വലിയ അനുഗ്രഹം. തലമുറ കൊണ്ട് നടക്കുന്ന വണ്ടിയല്ല ഏറ്റവും വലിയ അനുഗ്രഹം. തലമുറ ക്രിസ്തുവിലാണോ എന്നുള്ളതാണ് വിഷയം. അവിടേക്ക് നമ്മൾ മടങ്ങി വരണം. അല്ലാതെ അവര് PhD എടുത്തു, ഇതൊന്നുമല്ല മെയിൻ കാര്യം. ഇതെല്ലാം ഈ ലോകം കൊണ്ട് തീരുന്നതാണ്. കാണുന്നതെല്ലാം താൽക്കാലികമാണ്. കാണാത്തതാണ് നിത്യം. കാണാത്തത്. പ്രൈസ് ദി ലോർഡ്. സഭകളായി നമുക്കൊരു മടങ്ങിവരവാണ് ആവശ്യം. ജനത്തിന് ഇഷ്ടം ഇതല്ല. ജനത്തിന് ഇഷ്ടം അഭി മിലേഗ, ഇധർ മിലേഗ, താലി ബജാവോ ഭായ്, താലി ബജാവോ, ഇധർ മിലേഗ. അപ്പൊ താലി ബജായേഗ. അതിന് തക്കവണ്ണം കൊട്ടാനുള്ള ആളുമുണ്ട്. Don't let these people fool you. പൗലോസ് പ്രസംഗിച്ചത് ഈ സുവിശേഷമല്ല. പൗലോസിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ആഗ്രഹങ്ങളും തന്റെ ലക്ഷ്യങ്ങളും ഇങ്ങനെയുള്ള ഭൗതിക കാര്യമല്ല. He is saying, I am better off without this body because I will have a body in heaven, a resurrected glorious body.
will be rewarded in heaven. അവിടെയാ റിവാർഡ്. ഇവിടെ കാറ് കാണും, കാറ് കാണത്തില്ല, വീട് കാണും, വീട് കാണത്തില്ല. It doesn't matter. This is a short life, very small. എറിക് ബാർക്കർ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ, നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം പോർച്ചുഗലിൽ മിഷണറിയായി കർത്താവിന്റെ വേല ചെയ്യുകയാണ്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ആ കോൺട്രാസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം ഒരു മിഷണറിയാണ്. ശക്തമായ യുദ്ധം മുന്നേറുന്ന സമയത്ത് ആളുകൾ അദ്ദേഹത്തോട് പറയുകയും നിർബന്ധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും മടക്കി ഇംഗ്ലണ്ടിലേക്ക് അയക്കണം. അയാൾ ഇംഗ്ലണ്ടിൽ നിന്ന് പോർച്ചുഗൽ വന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നയാളാണ്. 50 വർഷം അവിടെ മിഷണറിയായിട്ട് കർത്താവിന്റെ വേല ചെയ്തു. ആളുകൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഭാര്യയെയും 8 മക്കളെയും കപ്പലിൽ കയറ്റി അയച്ചു. കപ്പലിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പെങ്ങളും അവരുടെ 3 മക്കളും കൂടെ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് യുദ്ധം മുറുകുകയാണ്. കുടുംബത്തെ എല്ലാം അയച്ചു കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച സഭായോഗത്തിന് കർത്തൃദാസൻ എറിക് ബാർക്കർ കടന്നു വന്നു. അദ്ദേഹം ആളുകളോട് സഭായോഗത്തിന് മുമ്പ് പറഞ്ഞു, എന്റെ കുടുംബം സുരക്ഷിതരായി അവരുടെ ഭവനത്തിൽ അവരെത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം സഭായോഗം എന്നും നടത്തുന്നത് പോലെ സഭായോഗം നടത്തി. സഭായോഗം തീർന്ന ശേഷമാണ് ആളുകൾ അറിഞ്ഞത് ഈ പോയ കപ്പലിനെ സബ്മറീനുകൾ അറ്റാക്ക് ചെയ്ത് കപ്പല് മുങ്ങി. ഒറ്റയാള് പോലും രക്ഷപ്പെട്ടില്ല. ഈ മനുഷ്യന്റെ ഭാര്യയും 8 മക്കളും പെങ്ങളും 3 മക്കളും എല്ലാവരും മരിച്ചുപോയി. ആ ഭക്തനാണ് പറയുന്നത് സുരക്ഷിതരായി അവർ ഭവനത്തിൽ എത്തിയെന്ന്. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആയിരുന്നു. തന്റെ ഭാര്യ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിച്ച ഒരു സഹോദരിയാണ്. മക്കള് രക്ഷിക്കപ്പെട്ടവരാണ്. ഏത് സമയത്തും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. പക്ഷെ ഒരു അറിവ് അദ്ദേഹത്തിനുണ്ട്, അവർ സുരക്ഷിതരാണ്, അവരവരുടെ ഭവനത്തിൽ ചെന്നു ചേർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെ അന്തരാത്മാവിൽ, പുറത്ത് ഞാൻ ഇപ്പോൾ കൈവക്കാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം കൈവക്കും, അകത്ത് നിങ്ങൾക്കിത് പറയാൻ കഴിയുമോ? ഐ എം നോട്ട് അഫ്രെയ്ഡ്. When my time comes, ഇതിനേക്കാൾ വലുതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. That's the joy of a Christian. അല്ലാതെ നമ്മളെ ഡാർക്കിൽ, ഇരുട്ടിൽ തപ്പിത്തറയുന്നവരല്ല. വളരെ വ്യക്തമായി കാണാത്ത മേഖലയെക്കുറിച്ചൊക്കെ അറിവുള്ളവരാണ്. അപ്പോസ്തലന അറിവുണ്ടായിരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള അല്ലെങ്കിൽ 10 വരെയുള്ള ഈ പാസേജ് വാസ്തവത്തിൽ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ്. ഞാനതൊന്ന് വായിക്കാം, കാരണം അവിടെ ഒരു പദപ്രയോഗമുണ്ട്. ഒരു പദപ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 4-ാം അധ്യായത്തിന്റെ 16 മുതൽ വാക്യം. അതുകൊണ്ട് ഞങ്ങളുടെ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. 17-ാം വാക്യം ശ്രദ്ധിക്കണം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. എന്താ പൗലോസി പറയുന്നേ? ഇഷ്ടംപോലെ അഴിയുണ്ട്, പട്ടിണി കിടന്നൊരു മനുഷ്യൻ പറയുക, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. കേട്ടോ, അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു.
കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. 17-ാം വാക്യത്തിൽ അനവധിയായി തേജസ്സിന്റെ നിത്യഘനം, ഇംഗ്ലീഷിൽ ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ നിത്യഘനം. അതുകൊണ്ട് എനിക്കിതൊന്നും വിഷയമല്ല. ഭാവി തേജസ്സിന്റെ നിത്യഘനം, ആ നിത്യഘനത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഈ പുതിയ ശരീരം കിട്ടുക, പ്രതിഫലം കിട്ടുക എന്നുള്ളത്. ഇവിടെ അല്ല നമ്മുടെ ഗ്ലോറി കേട്ടോ. അല്ലല്ല, ഒരു വാക്യം അങ്ങ് പറയും, ദൈവത്തെ മാനിച്ചവരെ ദൈവം മാനിച്ചു ബ്രദറെ. നല്ലതാ. വരാൻ പോകുന്നു, കാണാതിരിക്കുന്ന ഒരു മേഖലയുണ്ട്. നമ്മളൊക്കെ പാട്ട് പാടത്തില്ലേ, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഇത് ഓർത്തിട്ടാണോ ഇത് പാടുന്നത്? പൗലോസ് പറയാണ്, ഇഷ്ടം പോലെ കഷ്ടപ്പാട്, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. എന്തോ കമ്പയർ ചെയ്തെന്നറിയാമോ? തേജസ്സിന്റെ നിത്യ ഘനം ഓർത്താൽ അടിച്ചോ ബ്രദറെ, അടിയൊന്നും പാര വെച്ചാലൊന്നും വിഷയമല്ല ബ്രദറെ. സെക്രട്ടറി സ്ഥാനം പോയി നിങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിക്കണേ, ഇതൊന്നും അല്ല പൗലോസിന്റെ വിഷയം. നീ ഭാരവൈ, നീ അടിക്കേ, നീ എന്താ വേണേ ചെയ്, ഇവിടെ അല്ല സെക്രട്ടറി ഖജാൻജി, ഇവിടെ അല്ല കളി കേട്ടോ. നിത്യ തേജസ്സിന്റെ ഘനം, the weight of glory that includes the resurrected body, that includes rewards for a believer in heaven. ന്യായമായി വിധിക്കുന്ന ഒരുവനുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. മറന്നുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാം വാക്യം വാസ്തവത്തിൽ ഈ 17, 4:17 ആണ് നമ്മള്, അത് ആ 4:17 ആ വാക്ക് ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, അത് ഈ പൗലോസിന്റെ പ്രതീക്ഷയിലുള്ള ഈ പുതിയ ബോഡിയും ഇൻവോൾവ് ആണ്, ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു വലിയ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസിനെ കംഫോർട്ട് ചെയ്യുന്നത്, ആശ്വസിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ തിന്മയിലൂടെയും കഷ്ടതയിലൂടെയും കടന്നു പോകുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിലും തനിക്ക് ആശ്വാസം തരുന്നത് ഇവിടെ അല്ല ഇതിന്റെ അവസാനം. That is comfort. ഇവിടെ മനുഷ്യന്റെ വീഴ്ച നിമിത്തം നമ്മുടെ ശരീരം ടെമ്പററിയാണ്. അതുപോലെ തന്നെ ഹാർഡ്ഷിപ്പുകളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പെർസിക്യൂഷൻ ഉണ്ട്, അല്ലെ, നിന്ന, പരിഹാസം, ഇതെല്ലാം ഉണ്ട്. പൗലോസിന്റെ ഉള്ളത്തിലെ ആഗ്രഹം എന്നറിയാം, he was longing for the incorruptible, immortal, resurrected body. ഇത് നാൾക്കലായി ക്ഷയിക്കുക പോട്ടെ, ഇതൊരു ദിവസം അഴിയും, ഡിസ്മാന്റിൽഡ് ആകും. പക്ഷെ എനിക്ക് വേറൊരു ബോഡി ഉണ്ട്. ഐ വിൽ നോട്ട് ബി ലെഫ്റ്റ് നേക്കഡ് എന്നാ പറയുന്നത്. ശരീരമില്ലാതെ ഞാൻ പോകത്തില്ല. I will be clothed with the resurrection body. Hallelujah. രാത്രിയിൽ ഈ പ്രത്യാശയിലേക്ക് ദൈവത്തിന്റെ ജനം വരണം. നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിയപ്പോഴേ ഗൾഫും മഞ്ഞ് പെയ്യുന്ന രാജ്യവും കണ്ടിറങ്ങിയതല്ല കേട്ടോ. അടിയും നിന്നയും പരിഹാസവും ഏറ്റെടുത്ത് ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ കാൽച്ചുവട് വെച്ചവരാണ് പെന്തക്കോസ്തിന്റെ ആദ്യത്തെ പിതാക്കന്മാർ. വേപ്പട്ടിയെ എറിഞ്ഞോടിക്കുന്നത് പോലെ അവരെ ഓടിച്ചതാണ് സ്ഥലങ്ങളിൽ നിന്ന്. അവരുടെ അന്തരാത്മാവിൽ കത്തിയത് ഈ ലോകത്തിലേതല്ല, വരാൻ പോകുന്ന ഒരു ലോകമുണ്ട്. തലമുറകൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ്, തേർഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ദൂതൊന്നും മാറ്റി.
അവരങ്ങനെ നടന്നതുകൊണ്ട് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ ഇപ്പൊ സൂപ്പർ പുള്ളികളാണ് കേട്ടോ എന്റെ പ്രിയരെ. അപ്പൊ അപ്പോസ്തോലന്മാർ ഈ രക്തസാക്ഷികളായതൊക്കെ അവർക്ക് എന്താ കൃപ ഇല്ലാഞ്ഞിട്ടാണോ? യൂദ നമുക്കറിയാം സൂയിസൈഡ് ചെയ്തു. ബാക്കി 11 പേരിൽ 10 പേര് രക്തസാക്ഷികളാകുകയായിരുന്നു. ജോൺ മാത്രമേ ഉള്ളൂ നാച്ചുറൽ ഡെത്ത്. അപ്പോസ്തലനായ പൗലോസ് മാർച്ചറാകുകയായിരുന്നു. ഈ ലോകത്തിലെ പ്രോസ്പെരിറ്റി അല്ലായിരുന്നു. ഇവിടെ ഒരാള് പ്രസംഗിക്കുന്ന കേട്ടു, പൗലോസ് ഭയങ്കര പണക്കാരനായിരുന്നു. നേരത്തെ അല്ല, നേരത്തെ നമ്മൾ എഗ്രി ചെയ്യുന്നു, ഭയങ്കര ഒരു ബിസിനസ്സുകാരന്റെ അല്ലെ കപ്പൽ നിർമ്മാതാവിന്റെ ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കർത്താവിന്റെ വേലയിൽ ഇഷ്ടം പോലെ കാശായിരുന്നു. കണ്ടോ നേരെ തിരിയുന്നത്, സുവിശേഷം തിരിയുന്ന കണ്ടോ? ജയിലിൽ കിടക്കുമ്പോൾ മോനെ തിമോത്തി, ആ പുതപ്പന്റെ അവിടെ ഉണ്ട്, പുതപ്പും കുറെ ബുക്കുകൾ ചർമ്മലിഖിതവും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇപ്പൊ പൗലോസിനെ പ്രസംഗിച്ച് പുതപ്പ് കമ്പനി ഉണ്ടാക്കുക ആളുകൾ, പുതപ്പ് കമ്പനി. കണ്ടോ ചെറിയ നിലയിൽ ഡിസെപ്ഷൻ വരുന്നത്, ഡിസ്റ്റോർട്ടിങ് ദ ട്രൂത്ത്. ഇത് നിമിത്തം യൗവന തലമുറ ചിന്തിക്കുന്നത് ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി ഇവിടാണെന്ന. അല്ല മക്കളെ, ഇവിടെ അല്ല, വരാൻ പോകുന്നതാണ്. പോള് പറയാ ഐ നോ, എനിക്ക് അറിവുണ്ട്, ഉറപ്പായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഈസ് നോട്ട് ഡിപ്രസ്ഡ് ലൈക്ക് സം പീപ്പിൾ. ഇപ്പോഴത്തെ ഒരു വലിയ ദുരന്തമാണ് ഡിപ്രഷനാ പാസ്റ്ററെ. ഡിപ്രഷൻ എന്താ? ബിസിനസ് എല്ലാം പൊട്ടി ഡിപ്രഷൻ. നീ കളയാതെ, നീ വേദപുസ്തകമായിര്, സകല ഡിപ്രഷനും നിന്റെ മാറും. ഈ ലോകത്തിലെ കാര്യത്തിൽ നീ ആശ്രയിക്കുന്നതുകൊണ്ട് യു ഡിപ്രസ്ഡ്. ലുക്ക് ഹൈ, ബി ഹെവൻലി മൈൻഡഡ്. വരാൻ പോകുന്ന ഒരു ലോകമുണ്ട്. 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞാൻ ആദ്യം ഒരു വാക്കലാണ് നിന്നത്, അറിയുന്നുവെന്ന്. നോക്കിക്കേ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ, അത് മെറ്റഫോറിക്കലായി രൂപകമായി മരണത്തെക്കുറിച്ച് പറയുക. പക്ഷേ അതിന് പറയാൻ ഉപയോഗിക്കുന്ന കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. ഈ ബോഡിയെ, എർത്ത്ലി ബോഡിയെ കൂടാരം. നമുക്കറിയാം അപ്പോസ്തലർ പ്രവൃത്തി 18:3 അപ്പോസ്തലനായ പൗലോസ് കൂടാരപ്പണിക്കാരനായിരുന്നു. അക്വില പ്രിസ്കിലയുടെ കൂടെ കൊരിന്തിൽ തന്നെ കൂടാരപ്പണി ചെയ്ത് കൂടാരങ്ങളെ വിറ്റ ഒരാളാണ്. ആ ഒരു അനാലജി ഉപയോഗിക്കുകയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഫിസിക്കൽ ബോഡിക്ക്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. ഇതേ കാര്യം, ഇതേ വാക്ക് അപ്പോസ്തലനായ പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-14 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. കൂടാരം. എന്റെ ചിന്തയിൽ നമ്മുടെ ഇന്നത്തെ ഈ ഫിസിക്കൽ ബോഡിക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു അനാലജിയാണ് ടെന്റ്, കൂടാരം എന്നുള്ളത്. ഹ്യൂമൻ ബോഡിക്ക് ഒരു മെറ്റഫോറായിട്ട് ഉപയോഗിച്ചിരിക്കുക. അത് കാണിക്കുന്നത് ഈ കൂടാരം ഒരിക്കലും, അതിപ്പം നിങ്ങള് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താ അപ്പനും മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് അവര് പോയി ടെന്റ് അടിച്ച് എന്താ പിക്നിക്ക് ടെന്റ് അടിച്ചൊക്കെ 2 ദിവസമൊക്കെ, എന്നാലും 2 ദിവസമേ ഉള്ളൂ, അല്ലെ 3 ദിവസമേ ഉള്ളൂ. കൂടാരം എപ്പോഴും പെർമനന്റ് അല്ല, ടെമ്പററിയാ. അപ്പോ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു അനാലജിയാണ് ഈ നമ്മുടെ ശരീരത്തിന് പോള് ഉപയോഗിക്കുന്നത്. നിങ്ങളിൽ എത്ര പേര് ടെന്റിൽ താമസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ താമസിച്ചിട്ടുണ്ട്.
താമസിക്കേണ്ടി വന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചരിത്രമാണ്. 1990 ഓഗസ്റ്റ് മാസം 1, 2 ഈ തീയതികളിൽ ഇറാഖി സേന കുവൈറ്റ് ആക്രമിച്ച് പിടിച്ചെടുത്തു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു 1.5 മാസം ഞാൻ അവിടെ താമസിച്ചു. യോ, പേടിച്ചു പോകും. ടാങ്കുകൾ കേറി നമ്മുടെ റോഡുകളിലൂടെ ടാങ്കുകൾ പോകുന്ന നേരിട്ട് ഞാൻ കണ്ടതാ. വെടി മുകളിലോട്ട് വെച്ചോണ്ടാണ് അവർ പോകുന്നത്. ഏതായാലും ഇന്ത്യക്കാരോട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു 1.5 മാസം കഴിഞ്ഞ് ഞങ്ങളൊരു 38 പേരുടെ ഒരു സംഘം കോൺവോയ് ആയിട്ട് ഇങ്ങനെ പല വാഹനങ്ങൾ അവിടുത്തെ എംബസി ക്രമീകരിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നോമാൻസ് ലാൻഡ്, ഇറാഖ്, പിന്നെ അമ്മാന്, അവിടെ നിന്ന് ഫ്ലൈറ്റ് വഴിയായിട്ട് മുംബൈ, പിന്നെ മുംബൈയിൽ നിന്ന് ട്രെയിൻ വഴിയായിട്ട് നാട്ടിലൊക്കെ എത്തി. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇതിൽ ഒരു സ്ഥലത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറാഖ് ആ മേഖലയൊക്കെ കടന്നു കഴിഞ്ഞാണ് UN-ന്റെ ടെന്റുകളിൽ ഞങ്ങളെ കൊണ്ട് താമസിപ്പിച്ചു. അപ്പൊ ഓരോരുത്തരുടെ ലിസ്റ്റ് അനുസരിച്ചാണ് അവർക്ക് എയർപോർട്ടിൽ കൊണ്ടുപോയി ഫ്ലൈറ്റിൽ കൊണ്ടുവന്നത്. അല്ലെ എല്ലാം കൂടാരത്തിലാ. അങ്ങനെ ഞാൻ കൂടാരത്തിൽ താമസിച്ചു. കൂടാരത്തെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. കൂടാരം എന്ന് പറഞ്ഞാൽ ഈ നല്ല ക്ലൈമറ്റ് സിവിയർ ആയാലൊന്നും പിടിച്ചു നിൽക്കത്തില്ല. പ്രത്യേകിച്ച് മരുഭൂമിയിലാണ് ഞങ്ങൾ കൂടാരം അവരടിപ്പിച്ചു തന്നത്. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കൂടാരങ്ങളിൽ കിടക്കുക. ശക്തമായ തണുത്ത കാറ്റടിച്ചാൽ ഭയങ്കര പാടാണ്. ഇതുപോലാണ് ചൂട്. ടെന്റ് എന്ന് പറയുന്നത് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ടെന്റ് താൽക്കാലികമാണ്. പൗലോസ് ആ വാക്കാണ് ആത്മപ്രേരിതനായി ഉപയോഗിക്കുന്നത്. കൂടാരമാണിത്. ഇത് എന്നേക്ക് നിൽക്കാനല്ല ഇന്റന്റഡ് ആയിരിക്കുന്നത്. ദിസ് ഇസ് ടെമ്പററി. ഇത് കുറച്ച് കഴിയുമ്പോൾ ലീക്കേജുകൾ വരും, സാഗ് ചെയ്യും, വെയർ ഔട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ പറയാം. ഇപ്പൊ ചെന്ന് ഡോക്ടറുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോ പറയത്തില്ലേ, അവിടെ കിറുകിറുപ്പ്, ഇവിടെ കിറുകിറു, എന്താന്നറിയത്തില്ല ഡോക്ടറെ, എനിക്ക് വയ്യ വയ്യ വയ്യ. അതാണ് കൂടാരം കുറെ നാളായി, പൊളിയാൻ സമയമായത്. പിന്നെ ഡോക്ടർമാര്, വിദഗ്ധന്മാര്, സർജന്മാരൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ഇത് തുന്നി തുന്നി കെട്ടിവെക്കത്തില്ലേ? ഇതുപോലെ അസലായിട്ടുള്ള കൂടാരങ്ങള്, കാലാവസ്ഥയുടെ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ദൈർഘ്യമായിട്ട് ഇത് ഉപയോഗിച്ചാൽ കീറലുകളൊക്കെ വരും. ഇതൊക്കെ തുന്നിയും തയ്ച്ചും ഒക്കെയാണ് പലരും കൊണ്ടു നടക്കുന്നത് അക്ഷരികമായി. ഇതുപോലെ ഈ ശരീരം ഓപ്പറേഷന് വിധേയപ്പെട്ടവരനെ കേൾക്കുന്നുണ്ടെങ്കിൽ എത്ര ഓപ്പറേറ്റ് ചെയ്താലും ദൈവം തന്ന ഒരു ആയുസ്സുണ്ട്. അത് കഴിഞ്ഞ് കൂടാരം പൊളിയും. It has to. This is temporary. ഇതൊരു ഫാക്റ്റാണ്. കൂടാരമാകുന്ന ഭൗമഭവനം എന്നാ പറയുന്നത്. അതിന് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അത് ടെമ്പററിയാണ്. നമ്മുടെ ശരീരം ഈ കൂടാരങ്ങൾ പോലെയാണ്. മാത്രമല്ല, ഈ കൂടാരമാകുന്ന ഭൗമഭവനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ ഒരു ദൂതനാണ്. നമ്മൾ ഇവിടെ അന്യരും പരദേശികളുമാണ്. We are not permanent residents. ये मेरा फ्लैट है, मेरे पास है सब डॉक्यूमेंट. हाँ, वो डॉक्यूमेंट आपके पास रहेगा, लेकिन ये फ्लैट और आपका शरीर छोड़ के जाना पड़ेगा. എല്ലാം വിടേണ്ടി വരും. ഇത് കൂടാരമാണ്, ഇത് പൊളിയും. ടെന്റ് എന്ന് പറയുന്ന വീക്കാണ്, ടെമ്പററി സ്ട്രക്ചർ ആണ്. ഇതിന് വലിയ അഴകില്ല. ഇത്ര സൗന്ദര്യമുള്ള ഞാന് അച്ഛാ മാമേ, തേജസ്കരിക്കപ്പെട്ട നല്ല ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള റിസറക്ഷൻ ബോഡിയുടെ മുൻപിൽ ഇതൊന്നുമില്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. 1 പത്രോസ് 1:1.
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥൂനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും. അതേ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. 2-ാം അധ്യായം 1 പത്രോസ് 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും പ്രവാസികളും പരദേശികളും. പിന്നെ എബ്രായ ലേഖനം 11:13 നമുക്ക് എല്ലാം അറിയാം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അന്യരും പരദേശികളും. ഇത് കൂടാരമാണ്, കൂടാരമായ ഭൗമഭവനം. നമ്മളിവിടെ അന്യരാണ്, ഇവിടെ നമ്മൾ പരദേശികളാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഹൃദയമേ എവിടെങ്കിലും ട്യൂണിങ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യണം. ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഹൃദയത്തെ പിടിച്ചടക്കി നമ്മൾ വചനത്തിൽ കേന്ദ്രീകരിക്കണം. Paul is a man, he's not afraid of death. അതിന്റെ കാരണം, he has knowledge, he has revelation that there is something better coming. What's so better? He is longing for a resurrected body. കുറച്ചുകൂടെ താഴെ പറയുന്നത് I groan എന്ന, ഞാൻ ഞരങ്ങുന്നെന്ന്, എനിക്ക് ആവാൻ വേണ്ടിയത്. എനിക്ക് പ്രതിഫലം അവിടെയുണ്ട്. അല്ലാതെ എല്ലാ ദിവസവും ചത്തുപോമേ എന്ന് പറഞ്ഞിരിക്കുകയല്ല. He's confident because of his revelation. ഇവിടെ നമ്മൾ അന്യരാണ്, ഇവിടെ പരദേശികളാണ്. ഈ കൂടാരമാകുന്ന ഭൗമഭവനം പൊളിഞ്ഞു പോകും. The tent will be dismantled. എന്നിട്ട് 1-ാം വാക്യത്തിൽ അടുത്ത് പറയുന്നത്, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം. കൂടാരവും കെട്ടിടവും. കൂടാരം താൽക്കാലികം അല്ലെ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കെട്ടുകയും ഓപ്പറേഷനും തുന്നി തയ്ക്കുകയൊക്കെ. കെട്ടിടം എന്ന് പറഞ്ഞാൽ എന്താ? അത് പെർമനന്റാ സാറേ, അതിന് ഫൗണ്ടേഷൻ ഉണ്ട് സാറേ. കേട്ടോ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവാത്മാവ് പറഞ്ഞു തരികയാണ്, മക്കളെ ഇത് ടെമ്പററിയാണ്, വേറെ പെർമനന്റ് ഉണ്ട്, ഇതല്ല പെർമനന്റ്. ഒരു കെട്ടിടം, ഇറ്റ്സ് എ ബിൽഡിംഗ്, സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ട്, അത് പെർമനന്റ് ആണ്. പൗലോസ് ഇവിടെ വാസ്തവത്തിൽ റെഫർ ചെയ്യുന്നത് തനിക്ക് വരാൻ പോകുന്ന ആ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ആ റിസറക്റ്റഡ് ബോഡിയാണ്. So he is waiting for something better. അതാണ് തനിക്ക് ജോയ്, അതാണ് തന്റെ സന്തോഷം, അതാണ് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അടി, നിന്ന, പരിഹാസം, കള്ള സഹോദരന്മാർ വിഷയമല്ല. ശരിക്കും പൗലോസിന്റെ ഹിസ്റ്ററി നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകും. വാട്ട് എ മാൻ! 2 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നെ അനുഗമിക്കാൻ. ഒന്ന് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. വേറെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അപ്പോസ്തലനായ പൗലോസ്, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു വേർപെട്ട സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നൊന്നുമില്ല. പ്രത്യാശ വരുന്നത് വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്. ഉറപ്പല്ലേ? ഇവിടെ നിനക്ക് ന്യായമായ അംഗീകാരം കിട്ടിയില്ല, നിനക്ക് കിട്ടേണ്ട കസേരകൾ തട്ടിപ്പറിച്ചു, നിനക്ക് സ്ഥാനം കിട്ടിയില്ല, നിനക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല, നിനക്ക് പാട്ടുപാടാൻ അവസരം കിട്ടിയില്ല, നിന്നെ മാനിച്ചില്ല, നിന്റെ പേരാരും പറഞ്ഞില്ല, നിന്നെ അവഗണിച്ചു. നീ ഭാരപ്പെടരുത്. ഇതിനപ്പുറത്താണ് കാര്യങ്ങൾ, ഇവിടെയല്ല. ഇന്ന് വലിയവരെന്ന് ചിന്തിക്കുന്ന പലരും അവിടെ ലജ്ജിതരായി പോകും.
പിൻപന്മാര് പലരും മുൻപന്മാരാകും. അതുകൊണ്ട് മനസ്സ് വേദനിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ രാത്രി നമ്മളെ ബലപ്പെടുത്താനുണ്ട്. ഇത് താൽക്കാലികമാ, വരുന്നുണ്ട് പെർമനന്റ് സോളിഡ് ഫൗണ്ടേഷൻ. അതൊരു കെട്ടിടമായിട്ടാണ് പറയുന്നത്. റിസറക്റ്റഡ് ബോഡിയെ കെട്ടിടമായിട്ടാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. ഒരു വാക്ക് കൈപ്പണിയല്ലാത്ത എന്നൊരു വാക്ക്, കൈപ്പണിയല്ലാത്ത കെട്ടിടമാണ്, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി. എന്താ ഈ കൈപ്പണിയല്ലാത്തതെന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ കൈകൊണ്ടുണ്ടാക്കാത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അസലർത്ഥം നോട്ട് ഓഫ് ദിസ് ക്രിയേഷൻ. റിസറക്ഷൻ ബോഡി ഈ ക്രിയേഷൻ ഇവിടത്തേക്കുള്ളതല്ല, സ്വർഗത്തിനൊക്കെ താമസിക്കാനുള്ള നിത്യമായ സംവിധാനം ചെയ്തിരിക്കുന്ന റിസറക്റ്റഡ് ബോഡി. അല്ലാതെ ഇവിടുത്തെ മെറ്റീരിയൽ കൊണ്ടല്ല അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് സ്വർഗത്തിൽ താമസിക്കാനുള്ളതാ, അവിടുത്തേക്കുള്ളതാ. കൈപ്പണിയല്ലാത്ത, അല്ലേ? പെറിഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടല്ല. Heavenly bodies are conformed to the building code of heavenly existence. ഇതാണ് 1 കൊരിന്ത്യർ ലേഖനം. ഞാൻ വായിക്കാൻ പോകുന്നില്ല, നമ്മൾ സമയം ഏതാണ്ട് കഴിയാറായി. 1 കൊരിന്ത്യർ 15:35 മുതൽ 49 വരെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് പൗലോസ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ ശരീരം, റിസറക്റ്റഡ് ബോഡിയെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അത് ശരിക്കും വായിച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല, ഇന്നത്തെ ശരീരവുമായി കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. അതിൽ 45 മുതൽ 49 വരെയുള്ള വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ ആദാമിന്റെ ഫിസിക്കൽ ബോഡിയുടെ കൂട്ട് വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ നമുക്കോരോരുത്തർക്കും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം പോലെ നമുക്കുണ്ടാകും. Can you believe that? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. വേറൊരു വാക്യം, 1 യോഹന്നാന്റെ ലേഖനം 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഭൗമഭവനം വഴിയും, പക്ഷെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം കൈപ്പണിയായതല്ല, മാത്രമല്ല നിത്യമായതാണ്. ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ റിസറക്റ്റഡ് ബോഡി നിത്യഭവനമായി. നിത്യ എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സ്വർഗത്തിൽ എന്നേക്ക് താമസിക്കാനുള്ളതാ. നിത്യഭവനമായി സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം, ദൂതന്മാർ, വിശുദ്ധന്മാർ ഒക്കെ പാർക്കുന്ന പാർപ്പിടം. ആ വെച്ച കാര്യമാണോ? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇറങ്ങണ പുറത്ത് വീട്ടിൽ നിന്ന് നിനക്കുള്ള ഓഹരി തരത്തില്ല, ഇങ്ങനെ ഒരു മകൻ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചോളും, നീ ചത്തുപോയി എന്നും പറഞ്ഞ് ഇറക്കി വിട്ടവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ലോകം വരുന്നുണ്ട്. നിന്ന കഷ്ടത, പരിഹാസങ്ങൾ, ദുഷികൾ, നാണംകേടിന്റെ അനുഭവങ്ങൾ, ഇടികള്, തല്ലുകള്, ഇതൊക്കെ പറഞ്ഞ് നിന്നെ ഉപദ്രവിച്ച് തള്ളിവിട്ട പ്രൈസലോ ഒരു കാലഘട്ടം നിനക്കുണ്ടെങ്കിൽ ഇവിടെ അല്ല കുഞ്ഞെ പ്രതിഫലം. ഒരു ലോകം വരുന്നുണ്ട്. ഹൃദയം മടുത്തും ക്ഷീണിച്ചും പോകാതെ ഇരിക്കാൻ ഈ വചനങ്ങൾ ഇന്ന് രാത്രി ഹൃദയത്തിൽ ഏറ്റെടുത്തോണം.
ഈ വചനമാണ് ഫൗണ്ടേഷൻ. ഈ വചനത്തിലാണ് നാം ഉറക്കേണ്ടത്. അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ആടിപ്പോവും, നമ്മുടെ ക്രിസ്തീയ ജീവിതം ആടിപ്പോവും. ഇത്രയും നാളായി ഉപവാസ് കിയ, പ്രാർത്ഥന കിയ, കലീസിയ ഗയ, പതാ നഹീ ക്യാ ഹോ രഹാ ഹൈ, കുച്ച് ഭി ഹോനെ ദോ. ഇവിടെ അല്ല കാര്യം. ഒരല്പ സ്വല്പം ഹിന്ദി പറയുന്നതിൽ ക്ഷമിക്കുക, നിങ്ങളെ കണ്ടപ്പോ ഹിന്ദി വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ ഉണ്ട്, ഉറപ്പാ എന്ന് ഞാൻ അറിയുന്നു, അല്ലേ? എന്നിട്ട് 2-3 വാക്യങ്ങളിലേക്ക് പോകുമ്പോ, ഈ കൂടാരത്തിൽ കേട്ടോ, ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഞാൻ ലളിതമായ ഒരു ട്രാൻസ്ലേഷൻ വായിക്കാം. How weary we grow of our present bodies. That is why we look forward eagerly to the day when we shall have heavenly bodies which we shall put on like new clothes. ഇപ്പൊ കെട്ടിടം എന്നുള്ളത് ക്ലോത്ത് ആയി, തുണി അല്ലേ? ഞങ്ങൾ ധരിക്കുമെന്ന് അനാലജി മാറുക. ഞങ്ങൾ ആ പുതിയ ബോഡി ധരിക്കും. For we shall not be merely spirits without bodies. ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താ ഈ ഞരക്കം? അതിന് ഒരുപാട് മീനിങ് ഉണ്ട്. ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വി ആർ ഗ്രോണിങ്. പക്ഷെ ഈ ഗ്രോണിങ് എന്തിനാണെന്ന് അറിയാമോ? ഗ്രോണിങ് ഫോർ ഗ്ലോറി. വരാൻ പോകുന്ന മഹത്വം കണ്ടവന് ഇവിടുത്തേത് ഞരക്കമാണ്. സൃഷ്ടി മുഴുവനും ഗ്രോൺ ചെയ്യല്ലേ? റോമർ 8 പറയുന്നത് സൃഷ്ടിപ്പ് മുഴുവനും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധന്മാർ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാനമേഘേ വിശുദ്ധരെ ചേർക്കുവാനായി, അല്ലേ? പ്രൈസ് ദി ലോർഡ്. There is coming the day. There is coming the day. ഇവിടെ നമ്മളെ ഒതുക്കരുത്. ഈ ലൗകികമായ കാര്യങ്ങൾ പിടിച്ചൊതുക്കരുത് വിശുദ്ധനെ. മനസ്സതിനെ വിട്ടുകൊടുക്കരുത്. ഇവിടെ അല്ല യഥാർത്ഥ കാര്യങ്ങൾ കിടക്കുന്നത്. ഇവിടെ വിശ്വസ്തനായി നിൽക്കാൻ വരാൻ പോകുന്ന ഒരു ലോകമുണ്ട്. പോളിന്റെ ഹൃദയം നിങ്ങൾ കണ്ടോ? What a man. 8-ാം വാക്യത്തിൽ പറയാ, we are not afraid of death. ദിവസവും മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു ഭക്തനാണ്. He saying, I'm not scared. അവിടെ ഞരങ്ങുന്നു പറഞ്ഞ ഹാബിച്വലായി ഞരങ്ങുന്നു. അത് മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു ഞരക്കമാണ്. കാരണം കർത്താവിനെ കാണാമല്ലോ. ഞാനേ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അകന്ന പൗലോസ്, പക്ഷെ നീ പ്രാർത്ഥിക്കുന്നയാളല്ലേ? പരിശുദ്ധാത്മാവ് നിനക്കില്ലേ? നിനക്ക് കൂട്ടായ്മകളില്ലേ? ഉണ്ട്. അങ്ങനെ എനിക്ക് കർത്താവുമായിട്ട് കൂട്ടായ്മയുണ്ട്. പക്ഷെ ഈ ശരീരം വിട്ടാലേ ഞാൻ ആ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്ക് ഞാൻ ചെല്ലും. ഇപ്പോഴെനിക്ക് കൂട്ടായ്മ ഉണ്ട്, പക്ഷേ അകലമുണ്ട്. ഐ വിൽ ബി ഇൻ ദാറ്റ് ഇമ്മീഡിയറ്റ് പ്രസൻസ്. അതാണ് വാഞ്ച. അല്ലാതെ 2021 പുതിയ മോഡൽ മാരുതിയുടെ XUV അതൊന്നും എടുത്തെന്ന് ഞാൻ അങ്ങ് ആഗ്രഹിക്കുക. ഇതല്ല. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ഒരു ഗ്രോണിംഗ് ആണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം, വേറൊരു കാര്യങ്ങളും. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ പാപപങ്കിലമായ ഒരു ശരീരമാണ് ഇത്. താഴ്ചയും വീഴ്ചയും സംഭവിച്ചതാണ്. ഇതിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ട് ആ സ്വർഗീയമായ റിസറക്റ്റഡ് ബോഡിയിൽ പാപ ചിന്തയില്ല, പാപമില്ലാത്ത ഒരു ലൈഫ്. Oh, Paul was excited. Christian, are you excited? Hallelujah. Praise the Lord. വിശുദ്ധന്മാരെ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയായി. ശരീരമില്ലാത്ത ഒരു സമയം വന്ന ആത്മാവ് മാത്രമുള്ള നഗ്നരെന്നാ വിളിക്കുന്നത്. അപ്പൊ അതൊക്കെ പ്രയോഗിക്കുന്നതിനൊരു കാരണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കൊരിന്തുകാരൊക്കെ ഉണ്ടായിരുന്ന ആ പശ്ചാത്തലത്തിൽ ഈ ഗ്രീക്ക് ഫിലോസഫിയിൽ ഒക്കെ ഒരുപാട്
തത്വജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിലെ സഭകളെ വേട്ടയാടിയിരുന്നു. അവരൊക്കെ ചിന്തിച്ചത് ദ മാറ്റർ ഈസ് ഈവിൾ. ഈ ബോഡി എന്ന് പറയുന്ന ഈവിളാണ്. ഈ ബോഡിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് പുറത്തു വന്നാൽ സ്വതന്ത്രമായി രക്ഷപ്പെട്ടു. പൗലോസ് പറയും, ഞാൻ അങ്ങനെ ഒരു കാര്യമല്ല, എനിക്ക് വേറെ ഒരു ബോഡി ഉണ്ട്. അവരുടെ ആ താത്വിക, ആ ഫിലോസഫിക്കൽ ചിന്തകളെ ഖണ്ഡിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. ബോഡി ഇല്ലാതെ ഇങ്ങനെ സ്പിരിറ്റ് സ്വർഗത്തിൽ കറങ്ങി നടക്കുകയല്ല. തീർച്ചയായിട്ടും റിസറക്റ്റഡ് ബോഡി നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ദൈവമക്കൾക്ക് അറിയാമല്ലോ. തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇവരോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ചേർന്ന് മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ രണ്ടാം വരവ് വരെ ഇപ്പോൾ മരിക്കുന്ന ആളുകൾ അവരുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വരവിങ്കൽ ഗ്ലോറിയസ് റിസറക്റ്റഡ് ബോഡി ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ജീവനോട് ഇരിക്കുമ്പോൾ കർത്താവ് വന്നാലോ, വന്നാൽ ആ ഗ്ലോറിയസ് ബോഡി വിൽ ഇൻ എ മോമെന്റ്, ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് an eye, കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ആ കുറിവാക്യത്തിലേക്കൊന്ന് വരാം. എന്നെ വളരെ ടച്ച് ചെയ്ത വാക്യം, 8ാമത്തെ വാക്യം. 2 പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന്, ഗ്ലോറിയസ് ബോഡി. 2, 10ാമത്തെ വാക്യത്തിൽ പ്രതിഫലം. 9, 10 വാക്യത്തിൽ പ്രതിഫലം. അതിൽ 8ാം വാക്യത്തിൽ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കർത്താവിന്റെ കൂടെ വസിക്കാൻ ആഗ്രഹം. അപ്പൊ ഇപ്പൊ കർത്താവിനോട് അല്ലേ? ആന്നു ഞങ്ങളുടെ അകത്ത് ആത്മാവുണ്ട്, കർത്താവിന്റെ കൂടെയാ വസിക്കുന്നത് പോൾ പറയും. പക്ഷെ മറ്റേത് അങ്ങനാമോ? എന്തിനാ പിന്നെ അവിടെ ബോഡി? പറയാം, അവിടെ ഈ ബോഡി ഉണ്ട്. ഐ ക്യാൻ എക്സ്പ്രസ് മൈസെൽഫ്, ഐ ക്യാൻ സെർവ് ദ ലോർഡ്. ഇവിടെയും ഞാൻ ഈ ബോഡിയിൽ കർത്താവിനെ സേവിക്കുന്നു, അവിടെയും ഐ വിൽ സെർവ് മൈ ലോർഡ്. എന്നിട്ട് പോൾ താഴോട്ട് പറയുമ്പോ, ഞാൻ ആ ഭാഗം വായിച്ചില്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് 5ാം വാക്യത്തിൽ, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. പോൾ, what is the guarantee that you will get all this? The Spirit of God is in me. That's the guarantee. ആത്മാവിൽ കൈയടിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, കൈയടിക്ക മാത്രമല്ല, നിന്റെ അകത്തൊരു ഉറപ്പാണ്. നിന്നെ മുദ്രയിട്ടിരിക്കുകയാണ് ആത്മാവിനാൽ. വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു ഡൗൺ പേയ്മെന്റ് ആണ്, ഒരു ഇൻസ്റ്റാൾമെന്റ് ആണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയിൽ നിൽക്കുക, ദൈവകൃപയിൽ നിൽക്കുക. കഷ്ട നഷ്ട ശോധനകൾ വന്നാൽ ഞാൻ അവന്റെ പൊന്മുഖം കാണും. ആത്മാവിനെ പ്രാപിക്കാത്തവർ രാത്രി ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. മരണം എല്ലാവർക്കും ഉണ്ട്. മരണത്തിന് മുമ്പ് കർത്താവ് വന്നാൽ തേജസ്കരിക്കപ്പെട്ട ശരീരം will swallow this up. അല്ല, കർത്താവിന്റെ വരവ് കുറച്ചുകൂടെ താമസിക്കുകയാണ്. നമ്മൾ അതിന് മുമ്പ് മരിച്ചാലോ? അതല്ല എന്റെ അവസാനം. ഐ വിൽ ബി റിസറക്റ്റഡ്. ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്ക് ഞാൻ പോകുന്നു. പക്ഷെ കർത്താവിന്റെ 2ാം വരവെങ്കിൽ ഐ വിൽ ബി റിസറക്റ്റഡ്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു.